തൃശ്ശൂർ പൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പൂരാവേശത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് തൃശ്ശൂർ നഗരിയും പൂരനഗരിയും തെക്കൻകാട് മൈതാനവും പരിസരവുമൊക്കെ. ചെറു പൂരങ്ങളുടെ വരവാണ് നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ കണിമംഗലം ശാസ്താവ്, അത് കഴിഞ്ഞ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഓരോ പൂരങ്ങൾ, കടപൂരങ്ങൾ ഓരോന്നായി വടക്കുന്നാഥനെ വണങ്ങി ഇറങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, പൂരമതിൻ്റെ എല്ലാ ലഹരിയിലേക്കും കടന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നേരത്തെ ചെമ്പുക്കാവ് ഭഗവതിയെ ഈ പറഞ്ഞതുപോലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി ചെമ്പുക്കാവ് ഭഗവതി തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങി ആ ഒരു കാഴ്ച കാണാൻ തന്നെ ആയിരങ്ങളാണ് അവിടെ എത്തിയത്. നമ്മൾ കണ്ടതാണ്. ഏറ്റവും പുതിയ വിശേഷങ്ങൾ, വിവരങ്ങൾ ഏതൊക്കെ കടപൂരങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ ഈ തെക്കേ ഗോപുരങ്ങളിൽ വന്നപ്പോൾ അവിടെ ശൂന്യമായിരുന്നു. ജനത്തിരക്ക് ഒട്ടുമായിരുന്നില്ല. ഇരുപത്തേഴ് ആളുകൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആ ഒരു സമയത്ത് മാത്രമാണ് വലിയ രീതിയിലുള്ള ജനത്തിരക്ക് കണ്ടത്. രാവിലെ ഈ തെക്കേ ഗോപുര നടയിൽ വന്നപ്പോൾ അവിടെ ശൂന്യമായിരുന്നു. ജനത്തിരക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. പൂരപ്രേമികൾ ആരും തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ എഴുന്നള്ളിപ്പാണ്, ചെമ്പുക്കാവ് ദേശത്തിന്റെ എഴുന്നള്ളിപ്പാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം എത്രത്തോളം പൂരപ്രേമികളാണ് ഇവിടെ ഈ ഒരു തെക്കേ ഗോപുര നടയുടെ മുൻപിൽ തടിച്ചു കൂടിയിരിക്കുന്നതെന്നുള്ളതാണ്. രാവിലെ നമ്മൾ കണ്ട ദൃശ്യങ്ങളെയല്ല, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം തന്നെയാണോ ഇതെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രത്തോളം ആവേശത്തോടുകൂടി പൂരപ്രേമികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ രാവിലത്തെ ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ട. കാരണം ഇത് ഓരോ ഘടകപൂരങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ ഓരോ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉണ്ടാകുമ്പോൾ അവിടെ തീർച്ചയായും പൂരപ്രേമികൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ മേളം നടക്കുകയാണ്. ചെമ്പുക്കാവ് ദേശത്തിന്റെ എഴുന്നള്ളിപ്പാണ്. ആ ചെമ്പുക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ മേളത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ ഇവിടെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ആലവട്ടവും വെഞ്ചാമരവും കുടകളും ഒക്കെയായി തിടമ്പേറ്റി മസ്തകമുയർത്തി നിൽക്കുന്ന ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ നിരവധി ആനപ്രേമികളാണ് ഇപ്പോൾ ഈ തെക്കേ ഗോപുര നടയിൽ എത്തിയിരിക്കുന്നത്. മേളത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ അകത്തുനിന്നും, ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അകത്തുനിന്നും പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം, മേളത്തിന് ശേഷം പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പാണ് കാണുന്നത്. നേരത്തെ പാറമേക്കാവിലെ ക്ഷേത്രത്തിന് മുൻപിൽ നിന്നും അകത്തേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ ഒരു തിടമ്പേറ്റി, ചെമ്പുക്കാവിന്റെ തിടമ്പേറ്റി അകത്തേക്ക് കയറിയിരുന്നു. അതിനുശേഷം അകത്തുള്ള മേളത്തിന് ശേഷം ഇപ്പോൾ തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങുന്ന ആ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് കാണുന്നത്. മേളം നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകളിൽ മേളവും ഒപ്പം ആനയെയും ആനച്ചന്തവും ഒക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ആവേശ കാഴ്ച തന്നെ നമുക്ക് ഇപ്പോൾ തെക്കേ ഗോപുര നടയിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പൂരം അതിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ആശങ്കയുണ്ടായിരുന്നു ആളുകൾ കുറവുണ്ടോന്ന്. പക്ഷേ ഈ മേളത്തിന്റെയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെയും ഒക്കെ സാന്നിധ്യം ആളുകളിൽ ആവേശം പടർത്തിയിരിക്കുന്നു. പൂരപ്രേമികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തെക്കേ ഗോപുര നടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും പൂരത്തിൽ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത, അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി തെക്കേ ഗോപുര നടവഴി പുറത്തേക്കിറങ്ങുന്ന ആ ഒരു കാഴ്ച. അത് പൂരപ്രേമികൾക്കും ഒപ്പം ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വൈറലാകുന്ന ആ ദൃശ്യങ്ങളാണ്. പണ്ട് പൂര വിളംബരം നടത്താൻ വേണ്ടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എങ്ങനെയാണോ ഈ തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് വന്നിരുന്നത്, അതിന് സമാനമായാണ് ഇപ്പോൾ ഈ ചെമ്പുക്കാവിന്റെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തേക്ക് വരുന്നത്. അതേ പ്രൗഢിയാണ്, അതേ ഐശ്വര്യമാണ്, അതേപോലെ തന്നെ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആവേശം ഇപ്പോൾ അതിൻ്റെ ആ ഒരു ആവേശത്തിലേക്ക് തൃശ്ശൂർ പൂരം എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആളുകൾ മേളത്തിന് താളം പിടിക്കുന്നതും അതുപോലെ ആനയ്ക്ക് ചുറ്റും നിന്ന വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നതുമൊക്കെ സ്ഥിരം കാഴ്ചയാണ് മേളത്തിന്റെ. രാവിലെ അതൊന്നും കണ്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യം പൂരപ്രേമികളെ ഉണർത്തിയിരിക്കുന്നു. അത് ആ ഒരു സാധാരണ പൂരങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആളുകൾ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു.
മേളത്തിന് താളം പിടിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആനയ്ക്ക് ചുറ്റും നടന്ന ആനയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും. അത്തരത്തിൽ ആ ഒരു ആവേശത്തിലേക്ക് ഇപ്പോൾ തൃശ്ശൂർ പൂരം എത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം നമുക്കറിയാം ഈ മേളവും അതുപോലെ തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യവുമാണ് ആളുകളെ ഇത്രയും ആകർഷീയരാക്കി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. എന്തായാലും ആ ഒരു ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് ഓരോന്നായി ഇപ്പോൾ നടന്നു. അത് ഘടകക്ഷേത്രങ്ങളെല്ലാം എഴുന്നള്ളിപ്പ് അകത്തേക്ക് കയറി വടക്കുന്നാഥനിലെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് മേളത്തിന് ശേഷം വീണ്ടും തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ദൃശ്യങ്ങളാണ്. പ്രധാന ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഘടകക്ഷേത്രങ്ങളുടെ എഴുന്നള്ളിപ്പ്.